ജസ്റ്റിസ് ഡിനൈഡ് ഈസ് ജസ്റ്റിസ് ഡിലൈഡ് എന്ന് പറഞ്ഞാൽ വൈകി കിട്ടുന്ന നീതി എന്ന് പറയുന്നത് നീതി ലഭിക്കാത്തതിന് തുല്യമാണ്. ഈ സെയിം സിറ്റുവേഷൻ ആണ് കുറച്ച് കാലങ്ങൾ കൊണ്ട് നമ്മുടെ കേരള PSCക്കകത്ത് പ്രിലിമിനറി എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിലൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രിലിമിനറിയുടെ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും തേർഡ് ഫേസിലും ഉള്ള നിങ്ങളുടെ മാർക്കിന്റെ കട്ട് ഓഫ് റേഞ്ചിനെ കുറിച്ചാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വ്യക്തമായ ഡേറ്റ സർവേകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഊഹാപോഹങ്ങളല്ല ഞാൻ ചെയ്യുന്നത്. 10-15,000-ഓളം ആൾക്കാർ വോട്ട് ചെയ്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാ ആസ്പെക്റ്റും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫേസ് തൊട്ട് തേർഡ് ഫേസ് വരെയുള്ള സകല കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാർത്ത പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് 60-65 താരതമ്യേന എളുപ്പം. ഈ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിന്റെയോ ഡിഗ്രി പ്രിലിംസിന്റെ തേർഡ് ഫേസിന്റെയോ കാര്യത്തിനെ കുറിച്ചല്ല. ഇത് തൊഴിൽ വാർത്തയ്ക്കകത്ത് വന്നിട്ടുണ്ടായിരുന്ന സെക്കൻഡ് ഫേസിന്റെ കാര്യമാണ് അവർ പറയുന്നത്. 60-65 എന്ന് പറയുന്നത് താരതമ്യേന എളുപ്പം എന്ന് പറയുന്നത് സെക്കൻഡ് ഫേസ് ആണ്. നമ്മുടെ തൊഴിൽ വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്കത് 60-65 മാർക്ക് കിട്ടും എന്നാണ്, താരതമ്യേന എളുപ്പമാണ് സെക്കൻഡ് ഫേസ് എന്ന് ഓൾറെഡി തൊഴിൽ വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വാർത്തയിലൂടെ തന്നെ ഇതിന്റെ ഒരു പൊട്ടത്തരം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ ഇതിനെക്കുറിച്ച് സാമാന്യം വിവരമില്ലാന്ന് ഇതിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വാർത്തയ്ക്കകത്ത് വന്നിട്ട് നമ്മുടെ തൊഴിൽ വീതിക്കകത്താണെന്നാണ് തോന്നുന്നത് ഈ ഒരു വാർത്തയ്ക്കകത്ത് വന്നിട്ടുള്ളത്. പരീക്ഷിക്കാതെ മൂന്നാം ഘട്ടം, അതിനകത്തും അവരൊരു കട്ട് ഓഫ് റേഞ്ച് പറയുന്നുണ്ട്. എന്താണ് 50-60 എന്നാണ് അവർ പറയുന്നൊരു കട്ട് ഓഫ് റേഞ്ച്. ഇത് നമുക്ക് സാമാന്യം അംഗീകരിക്കാൻ പറ്റുന്ന ഒരു റേഞ്ചാണ് അല്ലേ? കാര്യം എന്താണ്, 50-60 എന്തായാലും നമ്മുടെ തേർഡ് ഫേസ് പരീക്ഷ എഴുതി ആർക്ക് വേണമെന്ന് ഞാൻ പറയുന്നില്ല, സാമാന്യം പഠിച്ചിട്ട് പോയ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, 50-60 മാർക്ക് അല്ലെങ്കിൽ 50-ന് മുകളിൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിയുന്ന ഒരു ഘട്ടമാണ് മൂന്നാം ഘട്ട പരീക്ഷ. ഫസ്റ്റ് ഫേസും വലിയ വ്യത്യാസം വരുന്നില്ല. ഫസ്റ്റ് ഫേസും തേർഡ് ഫേസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രാസിനകത്ത് നമുക്ക് എടുത്തു വേണമെങ്കിൽ വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫസ്റ്റ് ഫേസും തേർഡ് ഫേസും. പക്ഷെ ഇവിടെ പ്രശ്നം വരുന്നത് സെക്കൻഡ് ഫേസ് പരീക്ഷ എഴുതിയവരുടെ കാര്യത്തിലാണ്. അപ്പോൾ ഇതേ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡേറ്റയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ തേർഡ് ഫേസ് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ മൻസൂർ അലി സാറ് നമ്മുടെ വാർത്തയ്ക്കകത്ത് നമ്മുടെ ഒരു മനോരമ പത്രത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. 3 ഘട്ടക്കാരോടും തുല്യനീതി പുലർത്താനായിട്ട് PSCക്ക് കഴിയുമോ എന്നാണ് ആദ്യമേ തന്നെ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വ്യക്തമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, ബിരുദം യോഗ്യതയായിട്ടുള്ള തസ്തികയിലേക്ക് PSC നടത്തിയിരുന്ന മൂന്നാം ഘട്ട പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ 2 ഘട്ടങ്ങൾ ഉന്നത നിലവാരത്തിലുള്ളതായിരുന്നെങ്കിലും മൂന്നാം ഘട്ടം എളുപ്പമായിരുന്നു. ഒരേ പരീക്ഷ പല ഘട്ടങ്ങളായി എഴുതുമ്പോൾ ചില ഘട്ടങ്ങളിലുള്ളവർക്ക് കൂട്ടത്തോടെ പുറത്താകേണ്ട ഒരു സ്ഥിതി ഇവിടെയും ആവർത്തിക്കപ്പെടുമോ എന്ന് കണ്ടറിയണം. അവിടെ കണ്ടറിയേണ്ട ആവശ്യമൊന്നുമില്ല, തീർച്ചയായിട്ടും ചരിത്രം ഇവിടെയും ആവർത്തിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇത് ആവർത്തിക്കേണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഴയ ചെയർമാൻമാർ പുതിയ ചെയർമാൻ വന്നപ്പോഴത്തേക്കും പലർക്കും ഒരു പ്രതീക്ഷ ഉണ്ട്. പക്ഷെ പുള്ളിക്കാരൻ്റെതായിട്ടുള്ളൊരു നിലപാടുണ്ട് എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ഘട്ടത്തിനും ഓരോ കട്ട് ഓഫ് കൊണ്ടുവരിക, ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലെങ്കിൽ സെക്കൻഡ് ഫേസുകാരുടെ കാര്യം ബുദ്ധിമുട്ട് തന്നെയാണ്. നോർമലൈസേഷനും സ്റ്റാൻഡർഡൈസേഷനും ഒക്കെ നടത്തി വരുമ്പോഴത്തേക്കും മൂന്നാം ഘട്ടക്കാരോട് തുല്യനീതി പുലർത്താനായിട്ട് PSCക്ക് കഴിയുമോ എന്ന ആശങ്ക ഉദ്യോഗാർത്ഥികൾക്കിടയിലുണ്ട്. കൂട്ടം അല്ലെങ്കിൽ കടുകട്ടി ചോദ്യങ്ങൾ വലിച്ചു നീട്ടിയ പ്രസ്താവനകൾ ചോദ്യങ്ങളും ഉൾപ്പെട്ടതായിരുന്നു ആദ്യത്തെ 2 ഘട്ട പരീക്ഷകൾ. പൊതുവിജ്ഞാനം, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, മലയാളം എന്നിവയെല്ലാം ആദ്യ 2 ഘട്ടങ്ങളെക്കാൾ എളുപ്പമായിരുന്നു നമ്മുടെ മൂന്നാം ഘട്ട പരീക്ഷയ്ക്കുള്ളത്. 50 മാർക്കുള്ള പൊതുവിജ്ഞാന മേഖലയിൽ നിന്ന് 30-32 മാർക്ക് ശരാശരി ഉദ്യോഗാർത്ഥികൾക്ക് പോലും കണ്ടെത്താൻ കഴിയും. അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്, ഒരു ആവറേജ് സ്റ്റുഡന്റിന് തന്നെ 30-32 മാർക്ക് GK പോർഷനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു തേർഡ് ഫേസിൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ ഇംഗ്ലീഷ് ഓക്കെയാണ്, ഇംഗ്ലീഷ് കുഴപ്പമില്ല, മാത്സ് സിമ്പിളാണ്, മാത്സ് ഒരു കുഴപ്പമില്ല. മലയാളമാണെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് അതിൽ നിന്നും കിട്ടും ഒരു 6-7 മാർക്ക് അല്ലേ? അങ്ങനെ പോകുമ്പോൾ എങ്ങനെ പോയാലും ഒരു 50-50-ന് മുകളിൽ മാർക്ക് സാധാരണ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് പോലും നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ മൂന്നാം ഘട്ട പരീക്ഷയ്ക്കകത്ത് നിന്ന് ലഭിക്കും. പക്ഷേ സെക്കൻഡ് ഫേസ് എഴുതിയവരും അതുപോലെ തന്നെ ഒന്നാം ഘട്ട പരീക്ഷ എഴുതിയവരുടെയും കാര്യം ഇപ്പോൾ സംശയത്തിലാണ്, പ്രത്യേകിച്ച് ഇതിൽ 2ാം ഘട്ട പരീക്ഷ എഴുതിയവർ. അതും സാർ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ആകെ കണക്ക് കൂട്ടിയാൽ 68 മാർക്ക് ശരാശരി ഉദ്യോഗാർത്ഥികൾക്ക് പോലും ലഭിക്കുന്ന വിധത്തിൽ എളുപ്പമായിരുന്നു മൂന്നാം ഘട്ട പരീക്ഷ. കഴിഞ്ഞ 2 ഘട്ട പരീക്ഷയിലും പരീക്ഷ എഴുതിയവർ 50-55 മാർക്ക് തന്നെ കഷ്ടപ്പെട്ട് നേടാൻ കഴിയുമ്പോഴത്തേക്കും മൂന്നാം ഘട്ട പരീക്ഷ എഴുതിയവർക്ക് 60-65 മാർക്ക് നേടാനായിട്ട് കഴിയുന്ന ചോദ്യപേപ്പറാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിഞ്ഞത് അല്ലേ? ഞാൻ ഈ പറഞ്ഞ ഈ ഒരു 50-ന് മുകളിൽ എന്ന് പറയുന്ന മാർക്ക് അല്ലെങ്കിൽ 55 മുകളിൽ എന്ന് പറയുന്ന മാർക്ക് ഒരു മിനിമം മാർക്കാണ്. ഇതിനകത്ത് സാറ് പറയുന്ന പോലെ തന്നെ 60-65 മാർക്ക് എന്തായാലും ഒരു ആവറേജ് സ്റ്റുഡന്റ് പഠിച്ചിട്ട് പോകുന്ന ഒരു കുട്ടിക്ക് 60-65 മാർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയായിരുന്നു ഡിഗ്രി പ്രിലിംസിന്റെ തേർഡ് ഫേസ് പരീക്ഷ.
അപ്പോൾ ഇവിടെ തുല്യനീതി കിട്ടുമോ? ഫസ്റ്റ് ഫേസിനും സെക്കൻഡ് ഫേസുകാർക്കും തുല്യനീതി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഇവിടെയും സംശയമാണ്. 10ാം തരം തുല്യ പരീക്ഷയിൽ അല്ലെങ്കിൽ 10ാം തരം തുല്യതാ പരീക്ഷയെ പോലെ തന്നെ ചില ഘട്ടത്തിലുള്ളവർക്ക് കൂട്ടത്തോടെ പിന്തള്ളപ്പെടുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. 3 ഘട്ടങ്ങളുടെയും പരീക്ഷ പൂർത്തിയായതിനാൽ കട്ട് ഓഫ് മാർക്ക് PSC പ്രഖ്യാപിക്കും. കട്ട് ഓഫ് നേടുന്നവർക്ക് മെയിൻസ് പരീക്ഷ എഴുതാനുള്ള യോഗ്യത ലഭിക്കും. മികച്ച രീതിയിൽ പ്രിലിമിനറി പരീക്ഷ എഴുതി എന്ന ആത്മവിശ്വാസമുള്ളവർക്ക് പരീക്ഷാഫലം വരുന്നതിന് മുൻപ് തന്നെ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാമെന്നാണ് സാർ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൻസൂർ അലി സാറിന്റെ ഈ ഒരു ഡിഗ്രി പ്രിലിംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു അനലൈസിസ് എന്ന് പറയുന്നത്. ഇത് വളരെ വ്യക്തമായിട്ടാണ് അതിനകത്ത് പറയുന്നത്. കാര്യം ഒരു ആവറേജ് സ്റ്റുഡന്റിന് തന്നെ 65 മാർക്കിന് മുകളിൽ വാങ്ങാൻ അല്ലെങ്കിൽ 60 മാർക്കിന് മുകളിൽ വാങ്ങാൻ കഴിയുന്ന ഒരു പരീക്ഷയായിരുന്നു ഡിഗ്രി പ്രിലിംസിന്റെ തേർഡ് ഫേസ് പരീക്ഷ. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ തേർഡ് ഫേസ് പരീക്ഷ എഴുതിയവരും സെക്കൻഡ് ഫേസ് പരീക്ഷ എഴുതിയവരും തമ്മിലും അതുപോലെ ഫസ്റ്റ് ഫേസ് പരീക്ഷ എഴുതിയവരും തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു മാർക്ക് നോക്കിയേ. ഇതിനകത്ത് ഈ ഒരു പോൾ എക്സാക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മുടെ തേർഡ് ഫേസ് പരീക്ഷ ഓൾറെഡി എളുപ്പമാണെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോളിലും ഇതിനകത്ത് വ്യത്യാസം വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്നാലും ഇതിനകത്ത് ഒരു ആക്യുറേറ്റ് വാല്യൂ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഈ ഒരു പോളിൽ ഏകദേശം 12,000 പേര് വോട്ട് ചെയ്ത ഒരു പോളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഡിഗ്രി പ്രിലിംസിന്റെ തേർഡ് ഫേസ് പരീക്ഷയാണ്. ആദ്യം തേർഡ് ഫേസിന്റെ കാര്യം തന്നെ നമുക്ക് പറയാം. തേർഡ് ഫേസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള കണ്ടല്ലോ, 55-65 മാർക്ക് വാങ്ങിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. 17% ആൾക്കാർ ഇവിടെ 55-65 റേഞ്ചിൽ മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അവർക്ക് 65 മേലെ ഏകദേശം 12% പേരുണ്ട്. അത് നോക്കണ്ട, ഇത് നോക്കുക. 65 മാർക്കോളം ഏകദേശം എന്ത് ലഭിക്കുന്നുണ്ട്? 17% ആൾക്കാർക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ തന്നെ യൂട്യൂബും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാരും ഒരുപാടുണ്ട്. അതിൽ നിന്ന് വോട്ടും കാര്യങ്ങളും ചെയ്യാത്തവരുണ്ട്. 12,000 പേര് വോട്ട് ചെയ്തതിൽ 17% ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ഒരു 55-65 റേഞ്ചിനകത്ത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് 14% ആൾക്കാർ 45-55 എന്ന് പറയുന്ന റേഞ്ചിനകത്താണ് ഈ ഡിഗ്രി പ്രിലിംസിന്റെ തേർഡ് ഫേസ് എഴുതിയ 14% പേര് വരുന്നത്. എന്നാലും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വന്നിട്ടുള്ള ഒരു മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ 55-65 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിനകത്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതേ സെയിം കാര്യമാണ് നമ്മുടെ മൻസൂർ അലി സാർ ഈ ഒരു പത്രത്തിനകത്തും കൊടുത്തിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കിയേ. അതിനകത്തും പറയുന്ന മാർക്ക് റേഞ്ച് ഇത് തന്നെയാണ് അല്ലേ? എത്രയാണ്? 60-65 റേഞ്ച്, 60-65 അല്ലെങ്കിൽ 55-65 റേഞ്ച് തന്നെയാണ് അതിലും സാർ പറയുന്നത്. ഇതേ സെയിം കാര്യമാണ് നമുക്ക് ഈ ഒരു നമ്മുടെ ചാനലിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ഈ ഒരു വോട്ടിങ്ങിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കിനി സെക്കൻഡ് ഫേസും തേർഡ് ഫേസിന്റെയും കാര്യം നോക്കാം. ഫസ്റ്റ് ഫേസ് പരീക്ഷ എഴുതിയവരിൽ ഈ 2 പോൾ കണ്ടില്ലേ? ഇത് ആദ്യം നടത്തിയ പോളാണ്, ഇത് രണ്ടാമത് നടത്തിയ പോളാണ്. ഈ ആദ്യം നടത്തിയ പോൾ എന്ന് പറയുന്നത് ആൻസർ കീ വരുന്നതിന് മുന്നേ നടത്തിയ പോളും ഇത് ആൻസർ കീ വന്നതിന് ശേഷം നടത്തിയ പോളുമാണ്. ആൻസർ കീ വരുന്നതിന് മുന്നേ നടത്തിയ പോളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് 30-40 മാർക്കാണ്. ഫസ്റ്റ് ഫേസിലെ കാര്യമാണ് പറയുന്നത്. സെക്കൻഡ് ഫേസിന്റെ റേഞ്ച് നമ്മൾ പറഞ്ഞു, എത്രയാണെന്ന് പറഞ്ഞു? 55-65 റേഞ്ച് വന്ന സെക്കൻഡ് ഫേസ് പരീക്ഷ എഴുതിയവർ, തേർഡ് ഫേസ് പരീക്ഷ എഴുതിയവർ വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഫേസ് പരീക്ഷ എഴുതിയവരുടെ കാര്യം വന്നപ്പോഴത്തേക്കും അത് എത്രയായിട്ട് മാറി? ആദ്യത്തെ ഘട്ടത്തിൽ അത് 37% ആൾക്കാർ വോട്ട് ചെയ്തിട്ടുള്ളത് 30-40 മാർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ ആൻസർ കീ വന്ന ശേഷം മാർക്കിന്റെ റേഞ്ച് എത്രത്തോളം മാറി? 40-50 മാർക്കാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും ഹയസ്റ്റ് മാർക്ക്. ഓക്കെ, അല്ലെങ്കിൽ 50-60 അവർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും നമ്മുടെ ഫസ്റ്റ് ഫേസും തേർഡ് ഫേസും വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഒരേ റേഞ്ചിനകത്ത് കൊണ്ടുവരാനായിട്ട് കഴിയും. ഒരേ റേഞ്ച് എന്ന് ഞാൻ പറയുന്നില്ല, ഫസ്റ്റ് ഫേസിനെക്കാളും എളുപ്പമാണ് തേർഡ് ഫേസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഫേസിന്റെ മാർക്ക് റേഞ്ച് അവർ പറയുന്ന ആ ഒരു 40-50 അല്ലെങ്കിൽ 50-55 ആ ഒരു റേഞ്ചിലേക്ക് ഫസ്റ്റ് ഫേസുകാരുടെ മാർക്ക് ലെവലിൽ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സെക്കൻഡ് ഫേസിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലഭിച്ച മാർക്ക് എത്രയാണെന്നുണ്ടോ? 30-40 മാർക്കാണ്. എന്നുവെച്ചാൽ ഇത് ആൻസർ കീ വരുന്നതിന് മുന്നേയും ആൻസർ കീ വന്നതിന് ശേഷവും. ആൻസർ കീ വന്നതിന് ശേഷമുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലഭിച്ച മാർക്ക് എത്രയാണെന്ന് കണ്ടോ? എത്രയാണ്? ഇതിനകത്ത് 30-40 മാർക്കാണ് കേട്ടോ. സെക്കൻഡ് ഫേസിലുള്ളവർക്ക് ലഭിച്ച മാർക്കിന്റെ റേഞ്ചാണ് 30-40. എങ്ങനെ ഇതിനെ നമുക്ക് അല്ലെങ്കിൽ ഈക്വൽ ആക്കാൻ കഴിയും? ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസ് പോട്ടെ, ഫസ്റ്റ് ഫേസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1ാം ഘട്ട പരീക്ഷ ഫസ്റ്റ് ഫേസിൽ ലഭിച്ച ആൾക്കാരുടെ മാർക്കിന്റെ റേഞ്ചാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എത്രയാണ്? 40-50 അല്ലേ? 40-50 മാർക്ക് ആർക്ക് വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു? ഫസ്റ്റ് ഫേസിലുള്ളവർക്ക് വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു. സെക്കൻഡ് ഫേസിലുള്ളവർക്ക് 30-40 മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു. തേർഡ് ഫേസിലുള്ളവരുടെ മാർക്ക് റേഞ്ചാണ് ഞാൻ പറഞ്ഞത് 55-65 റേഞ്ചിലോട്ട് എന്ത് ചെയ്യുന്നു? തേർഡ് ഫേസിലുള്ളവരുടെ മാർക്കുകൾ മാറുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഒരു ഊഹാപോഹമൊന്നും അല്ല. ഈ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ നടത്തിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. എങ്ങനെ ഈ മാർക്കിന് ഇവിടെ തുല്യം ആക്കാനായിട്ട് കഴിയും?
അല്ലെങ്കിൽ എന്താണ് രണ്ട് ഫേസുകൾ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി റേഞ്ച് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് 8-9 മാർക്ക് മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് കേരള PSC തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഈ 8-9 മാർക്കാണോ ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്? ഈ 40-ഉം 55 തമ്മിൽ തന്നെ ഒരു 15 മാർക്കിന് വ്യത്യാസമില്ലേ? ഈ ഒരു മാർക്ക്, ഈ 55 എന്ന് പറയുന്നത്, 50 മാർക്ക് എന്ന് പറയുന്നത് തേർഡ് ഫേസിലെ മിനിമം ആൾ വാങ്ങിച്ച മാർക്കാണ് 50-55 എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് ഇതിനെ ഈക്വൽ ആക്കി കൊണ്ടുവരാനായിട്ട് കഴിയത്തില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡിഗ്രി അല്ലെങ്കിൽ പ്രിലിംസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇപ്പൊ തന്നെ അങ്ങ് നിർത്തുന്നു എന്നൊക്കെ തന്നെയാണ് നമ്മുടെ പുതിയ ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു തീരുമാനം എക്സാക്റ്റ് ആണ്, ശരിയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവസാനത്തെ ഇരകളെന്ന് പറയുന്ന ആരായിരിക്കും? ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസ് എഴുതിയവരായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും ഇവിടെ ഒരു നോർമലൈസേഷൻ മാർക്കൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ SSC ഒക്കെ ചെയ്യുന്നില്ലേ, SSC UPSC ഒക്കെ ചെയ്യുന്നില്ല, അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ നമ്മുടെ എക്സാക്റ്റ് ആയിട്ടുള്ള റോ മാർക്ക് അവരിവിടെ കൊടുക്കുന്നുണ്ട്. റോ മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എക്സാക്റ്റ് ആയിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ 50 മാർക്കാണെന്നുണ്ടെങ്കിൽ 50 മാർക്ക് അവിടെ കൊടുക്കുന്നു. അതിനുശേഷം നോർമലൈസേഷൻ ചെയ്തതിനു ശേഷം എനിക്ക് 53 മാർക്കാണ്, ആ മാർക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവലിലേക്ക് എന്തുകൊണ്ട് കേരള PSCക്ക് മാർക്ക് ഇടാൻ പറ്റുന്നില്ല? കേരള PSC എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് മാത്രമുള്ളതല്ലേ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പോലുള്ള ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഒരു പരീക്ഷ നടത്തുമ്പോഴത്തേക്കും ഇന്ത്യയിലെ മൊത്തം ആൾക്കാരുടെ പരീക്ഷ അവർക്ക് മാർക്ക് ലെവൽ ഉൾപ്പെടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് കേരള PSC കഴിയുന്നില്ല? എന്തായാലും പ്രിലിംസ് മാറ്റാനൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ്. എല്ലാ പരീക്ഷകൾക്കും അല്ല, നമ്മുടെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയൊക്കെ ആണെങ്കിൽ 2 ഫേസ് ഉണ്ടാവും. പക്ഷേ SIക്ക് മാത്രം ഒരു പ്രിലിംസ്, SIക്ക് മാത്രം ഒരു മെയിൻസ്, ആ ഒരു രീതിയിലായിരിക്കും പരീക്ഷ നടത്താനായിട്ട് പോവുക. അപ്പോൾ എന്തായാലും അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. അതുപോലെ ഇപ്പോൾ നമ്മുടെ സിവിൽ സർവീസ് റാങ്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിലിപ്പോൾ റാങ്ക് ലിസ്റ്റിൽ കയറിയ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം ലഭിച്ച ഒരു പുള്ളിക്കാരി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി പരീക്ഷ പുള്ളിക്ക് കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്തു? PSC വിട്ടു, UPSCയിലേക്ക് ഇറങ്ങി, സിവിൽ സർവീസിന് റാങ്ക് കിട്ടി. സിവിൽ സർവീസിനേക്കാളും പാടാണോ നമ്മുടെ PSC പരീക്ഷ? സിവിൽ സർവീസിനേക്കാളും ബുദ്ധിമുട്ടുള്ളതാണോ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ? എന്താണ് ഇവിടെ നടക്കുന്നതെന്നും ആർക്കും അറിയത്തില്ല. എന്ത് തന്നെയായാലും ഈ ഒരു പരിപാടി, നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഫേസ് പരീക്ഷ എഴുതിയവരെ അല്ലെങ്കിൽ സെക്കൻഡ് ഫേസ് പരീക്ഷ എഴുതിയവരെ ബലിയാടാക്കുന്ന ഈ ഒരു പരിപാടി ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് കേരള PSC അന്ന് ചെയ്തു കൊടുക്കുക. കാര്യം എല്ലാവരും മനുഷ്യന്മാരാണ്. ഇപ്പോൾ ഞാൻ എഴുതിയ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫേസ് പരീക്ഷയാണ്. പക്ഷെ എന്തുകൊണ്ട് ഞാനിത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നാളെ ഇപ്പോൾ എനിക്ക് വരാൻ പോകുന്ന പരീക്ഷയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ലെവൽ വരുന്നത്. ഇന്ന് ഞാൻ, നാളെ നീ എന്നാണല്ലോ അല്ലേ? അപ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ സേഫ് സോണിലാണ്. നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഫേസ് എഴുതിയവരാണ്, തേർഡ് ഫേസ് എഴുതിയവരാണ്, ഞാൻ രക്ഷപ്പെട്ടു, സെക്കൻഡ് ഫേസ് എഴുതിയവർ കഷ്ടപ്പെടട്ടെ എന്ന് വിചാരിക്കരുത്. നാളെ ഈ അവസ്ഥ നിങ്ങൾക്കായിരിക്കും വരാനായിട്ട് പോകുന്നത്. ആ ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സംസാരിക്കാൻ മുന്നോട്ട് വരിക. അപ്പോൾ ദയവേത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ വാർത്താ മാധ്യമങ്ങളെന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അവരെന്ത് ചെയ്യട്ടെ, വാർത്തയാക്കട്ടെ. അപ്പോഴത്തേക്കും അധികാരികൾ ഇത് അറിയും. എന്തായാലും ഈ പറയുന്ന ഈ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്ന ഈ ഒരു വാർത്ത, നമ്മുടെ 60-65 മാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഇത് പക്കാ ഫേക്കാണ്. 60-65 സെക്കൻഡ് ഫേസിന്റെ കാര്യമാണ് അവർ പറയുന്നത്, 60-65 ഇതൊക്കെ പക്കാ ഫേക്കാണ്. അതൊക്കെ പോട്ടെ. എന്ത് തന്നെയായാലും ഇതാണ് നമ്മുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പല യൂട്യൂബ് ചാനലുകളിലും അവരുടെ കട്ട് ഓഫിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവരുടെ ആ ഒരു റേഞ്ച് അനുസരിച്ച്, ഞാൻ യൂട്യൂബ് ചാനലിന്റെ പേര് പറയുന്നില്ല, അപ്പോൾ അവരൊക്കെ പറയുന്നതനുസരിച്ച് നമ്മുടെ ഒന്നാമത്തെ സ്റ്റേജിനകത്ത് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 48-53 അവരുടെ റേഞ്ച് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജിനകത്ത് അവർ പറയുന്നത് 44-49 അവർ പറയുന്നത്. മൂന്നാമത്തെ റേഞ്ചിനകത്ത് അവർ പറയുന്നത് 53-58. ഇങ്ങനെ പല കട്ട് ഓഫ് റേഞ്ചുകൾ പല യൂട്യൂബ് ചാനലുകളും പല മാധ്യമങ്ങളും പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊന്നും നിങ്ങൾ എക്സാക്റ്റ് ആയിട്ട് അങ്ങ് വിശ്വസിക്കൊന്നും വേണ്ട. ഇതൊക്കെ ഒരു എസ്റ്റിമേഷൻ ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ വോട്ട് ചെയ്ത പോലെ തന്നെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ആൾക്കാർക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നൊന്നും അവർ പറയത്തില്ല. അതിനകത്ത് നമുക്കൊരു ഒരു എസ്റ്റിമേറ്റ് മാർക്ക് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും ഇത് ഏതൊക്കെ ലെവലിലോട്ട് മാറുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും PSCക്ക് അല്ലെങ്കിൽ PSC അധികാരികൾക്ക്, വാർത്താ മാധ്യമങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് എത്തിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് മാക്സിമം എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ 24-ലും അതുപോലെ തന്നെ മീഡിയ 1-ൻ്റെയൊക്കെ ലൈവ് പോകുന്ന സമയത്തൊക്കെ നിങ്ങളൊന്ന് കൂട്ടത്തോടെ എന്ത് ചെയ്യുക, ഒരു സമയമൊക്കെ നിശ്ചയിച്ചിട്ട് ലൈവിൽ അവർ കമൻറ്റ് കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് അവരെ ശ്രദ്ധിക്കും, എന്നിട്ട് അവർ അന്വേഷിക്കും അല്ലേ? ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതിൻ്റെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മാർക്ക് റേഞ്ചും അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ നേരത്തെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചതാണ്. പക്ഷേ
ഒരു അടിസ്ഥാനമില്ലാതെ ഒരു വീഡിയോ ഒരിക്കലും ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കട്ട് ഓഫ് റേഞ്ച് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സർവേ നടന്നതിന് ശേഷം ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഇതാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ 3 ഘട്ടങ്ങളുടെയും ഈ ഒരു മാർക്ക് റേഞ്ച് അല്ലെങ്കിൽ കട്ട് ഓഫ് റേഞ്ചും കൂടാതെ സർവേ റിപ്പോർട്ടും എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് മാർക്ക് റേഞ്ച് എന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, പരീക്ഷകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ CPOയുടെ ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്. ഫ്രീ ക്ലാസ്സുകളാണ്. പ്ലേലിസ്റ്റിനകത്ത് CPO 60 ഡേ ഫ്രീ കോഴ്സ് എന്ന് പറയുന്ന ക്ലാസ് എടുത്താൽ ഫ്രീ ക്ലാസ്സുകളാണ്. ഇതുവരെ നമ്മൾ പെയ്ഡ് ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല. കംപ്ലീറ്റ് ഫ്രീ ക്ലാസ് ആണ്. നിങ്ങളുടെ കൂടെ തന്നെ മാക്സിമം കൂടെ തന്നെ നിന്ന് വരാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെയ്ഡ് ക്ലാസ് ഒന്നും എടുക്കാതെ ഫ്രീ ക്ലാസ്സിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസും അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ട് ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കുന്നത്. കാര്യം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ക്രാക്കായി പോയി. അത് ഒരുപാട് മെസ്സേജ് വന്നതുകൊണ്ട് എനിക്ക് ഇൻബോക്സ് ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാലും ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. പലർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.